ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എന്താണ് ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് സ്പെഷ്യൽ അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പി ഒരു വീഡിയോ ആണ്. ഒരു ഹാപ്പി ന്യൂസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ PhD ചെയ്യാനായിട്ട് സൗത്ത് കൊറിയയിലുള്ള സോളിലേക്ക് പോവാണ്. അപ്പം അതിൻ്റെ കുറച്ച് ജേർണി ഹാപ്പി ന്യൂസ് ഒക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴേക്കും ഞാൻ സോളിൽ എത്തിയിട്ടുണ്ടാവും. സോ പാക്കിങ്ങിന്റെ കുറച്ച് പാർട്ട്, പിന്നെ അതിന് പോകുന്നതിന് മുന്നായിട്ട് ഞാൻ എന്തൊക്കെയാ ചെയ്തത്, അതിലൊക്കെ കുറച്ച് പാർട്ട് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഏറ്റവും ടാസ്ക് പിടിച്ച പരിപാടി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ വീട്ടിനുള്ളിൽ നമുക്ക് വേണ്ടതെല്ലാം പാക്ക് ചെയ്യാന്നുള്ളതായിരുന്നു. അപ്പൊ അതാണ് ഞാൻ കുറച്ച് ടൈം എടുത്ത് ചെയ്ത കാര്യവും. ഫുൾ പാക്കിംഗ് ആണ് ഗൈസ്. ഞാൻ ഇങ്ങനത്തെ ഒരു വാക്വം ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സാധനങ്ങൾ വെച്ചിട്ട് ഇത് വാക്വം ചെയ്ത് കഴിഞ്ഞാൽ എക്സസ് നിൽക്കണ എയറൊക്കെ പോയാൽ കുറച്ച് സ്പേസ് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ക്യാപ്പ് ഊരി വാക്വം പമ്പ് വെച്ചിട്ട് നമ്മളിങ്ങനെ വാക്വം ചെയ്യാം. അപ്പം അതിൻ്റെ എയർക്ക് പോകും. കമോൺ ഫാസ്റ്റ്. എന്തോ മതി, കുറച്ചുകൂടി ചെയ്തോ. കണ്ടോ, അതിൻ്റെ ഉള്ളിലത്തെ ഈ എയറൊക്കെ പോയി. മതിയാവും ചേച്ചി, മതി. ഇനി നമ്മളിത് റിമൂവ് ചെയ്തിട്ട് ഈ ക്യാപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് ബേസിക് ആയി വേണ്ട കുറച്ച് ടാബ്ലറ്റ്സ് ഉണ്ടല്ലോ, ഡോളോ പോലത്തെ, അതൊക്കെ വാങ്ങി. അതിനുശേഷം വിസയ്ക്ക് വേണ്ടിയിട്ട് പാസ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് തിരിച്ചു വാങ്ങാൻ പോയി. അതിനുശേഷം എന്താ വീണ്ടും പാക്കിങ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പാക്കിങ്ങിന് കുറച്ചധികം ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്താ വീട്ടിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാ ഫുഡും ഇങ്ങനെ ഉണ്ടാക്കി തരാണ് കേട്ടോ. മീൻകറിയും മീൻ വറുത്തതും. അമ്മ പറയണത് നീ ഓണേൻ്റെ മുന്നേ ഇതൊക്കെ ഉണ്ടാക്കി തന്നിട്ടില്ലെങ്കിൽ ഈ പോയ എനിക്ക് വിഷമാവും എന്നാണ്. എന്തായാലും എനിക്ക് സന്തോഷമായി, ഞാനതെല്ലാം മനസ്സിനറിയെ കഴിച്ചു. പിന്നെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയി. അച്ഛൻ്റെ വീട്ടിൽ 2 തവണ പോയി. അപ്പോൾ അച്ഛനെ പോണേൻ്റെ തലേന്നും പോയി കണ്ടു. ഞാൻ പറഞ്ഞതുപോലെ അടുത്ത വിഭവമായിട്ട് അമ്മ വന്നിട്ടുണ്ട്. ചിക്കൻ ബിരിയാണിയും കിട്ടി. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ പോവുമല്ലേ, ഒരു സ്പായൊക്കെ ചെയ്തേക്കാന്ന്. ഇന്ന് അത്തം ആണ്. അപ്പം അത്തത്തിൻ്റെ അന്ന് നമ്മളൊരു പൂക്കളം അറേഞ്ച് ചെയ്യാണ്. ഞാൻ എന്താ പറയുക, വീടൊക്കെ വിട്ട് സൗത്ത് കൊറിയയിലോട്ട് പോവുകയാണ് നാളെ. അപ്പോൾ അത്തത്തിൻ്റെ പൂക്കളം മാത്രമേ ഓണത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികമല്ല, അത്യാവശ്യം കുറച്ച് പൂവൊക്കെ വാങ്ങി. കാരണം പിന്നെ ഓണത്തിന് പൂടാൻ പറ്റില്ലല്ലോ, ആ ക്ഷീണപ്പങ്ങ് തീർത്ത് പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഐ ഷോ യു ദാറ്റ്. ഇന്നത്തേക്ക് വാങ്ങിയ പൂ മൊത്തം പാവൻ്റെ സച്ചു ഇരുന്ന് പിച്ചി തന്നിട്ടുണ്ട്. ഇതായിരിക്കുന്നു. ഞാൻ പോകുന്നതിൻ്റെ കുറച്ചൊരു തിരക്കിൽ പെട്ടു രാവിലെ. അപ്പോൾ അതേ അവളെല്ലാം പിച്ചിട്ടുണ്ട്. നമുക്കിനി പൂടാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സച്ച് പാട്ട് വെക്കണം. ഇവിടെ സ്പീക്കറൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാട്ട് വെക്കണം. വൈബ്. So started. Okay. Ayo. പൂക്കളം ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഓക്കെ, ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നല്ല ദോശയാണ്. ദോശ ചുട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്ന് മീൻ വേണം എന്ന് പറയുന്നുണ്ട്. ഞാൻ നാളെ പോവാണല്ലോ, അപ്പം എനിക്ക് മീൻ വറുത്തതും ചോറും വേണമെന്ന് പറയുകൊണ്ട് അമ്മ ഇന്ന് മീൻ വറുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് രാവിലെ ചിഞ്ചുമേമ എനിക്ക് അട ഉണ്ടാക്കി കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പം അട കഴിച്ചു നോക്കാം. രാവിലത്തെ അട കഴിച്ചതിന് ശേഷം ദോശ കഴിക്കണം, എന്തൊക്കെ കഴിക്കണം. ഇപ്പൊ പൂവായതുകൊണ്ട് ഞാൻ VIP ആണ് കഴിച്ചത് ഇവിടുത്തെ. സോ നമുക്ക് അട കഴിച്ചു നോക്കാം. ഇതാണ് അട. ഈ വീട്ടിലെ അടുത്ത യൂട്യൂബറാണ്, വളർന്നു വരുന്ന യൂട്യൂബറാണ്. നമ്മുടെ അട നമുക്ക് തുറന്നു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് നല്ല ചൂടുണ്ട്.
വാ, ഇവിടെ പൊതിച്ചോറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്ക് മീനില്ലേ? നോക്കി പിന്നല്ലേ. ആഹാ, വിശാലമായിരുന്നു. അച്ചുവിന് മീനില്ലാത്ത പൊതിച്ചോറ്. അച്ചുവിനമ്മ മീൻ തന്നില്ല അത്രേ. അത് കഴിഞ്ഞ് നേരെ ഒന്ന് പട്ടാമ്പിയിലോട്ട് വെച്ച് പിടിച്ചു. എന്നിട്ട് അവിടെ പോയി കുറച്ച് സ്നാക്സ് ഒക്കെ ഒന്ന് വാങ്ങി അച്ഛൻ്റെ ഒപ്പം ഇരുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് പിന്നെ അവിടെ നിന്ന് നേരെ തിരിച്ചു വന്ന് പെട്ടി തൂക്കലായി. പെട്ടി തൂക്കിയാലും സമാധാനമല്ല ഗൈസ്. അങ്ങനെ പെട്ടി തൂക്കാൻ വേണ്ടി വന്നു. പെട്ടിയൊക്കെ തൂക്കി തിരിച്ചു പോയി. പിന്നെ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും കണ്ടു, സംസാരിച്ചു ഗൈസ്. അപ്പോൾ ഇന്ന് 26th നൈറ്റാണ്. അപ്പോൾ നാളെ 27th രാവിലെ ഏർലി മോർണിംഗ് ഒരു 1:30-2 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് വിചാരിക്കുകയാണ് ചെന്നൈയിലേക്ക്. ചെന്നൈയിൽ നിന്നാണ് ഫ്ലൈറ്റ്. അപ്പം ഞങ്ങൾ ഇറങ്ങിയൊരു 27th ഉച്ചയ്ക്കാകുമ്പോൾ എത്തുമായിരിക്കും. 28th മോർണിംഗ് നമ്മൾ എയർപോർട്ടിൽ എത്തണം. 11:45 AM ഫ്ലൈറ്റ്. ദിസ് ഇസ് എൻ വെരി ഇമോഷണൽ നൈറ്റ്. ഞാൻ ഇത്രയും കാലം വീട്ടിൽ നിന്ന് ഞാൻ മാറി നിന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഒരു മാസത്തിൽ 1 തവണ വരാം, 2 തവണ വരാം, അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് മാറി നിന്നിട്ടുള്ളൂ. ഇത്രയും ലോങ് ആയിട്ട് ഞാൻ ഇതുവരെ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടേ ഇല്ല. സോ ഭയങ്കര ഇമോഷണൽ നൈറ്റാണ്. എന്നാൽ എല്ലാവരും വിഷമിപ്പിക്കാനും വയ്യ. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചു, കുറച്ചും കൂടി പണികളൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് ചെയ്യാൻ പറ്റാണ്ട് ഇങ്ങനെ സ്റ്റക്കായി ഇങ്ങനെ നിൽക്കുകയാണ്. ബട്ട് സ്റ്റിൽ നല്ലൊരു കാര്യത്തിനാണ്. സോ ഐ എം ഹാപ്പി. ബേസിക്കലി ഐ എം ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ. പക്ഷെ സ്റ്റിൽ നമ്മളെ വീട്ടിലൊക്കെ മിസ് ചെയ്യുമ്പോൾ ഭയങ്കര ഇമോഷണൽ ആവുന്നു. അതുപോലെ തന്നെ ഭയങ്കര വിഷമം തോന്നുന്നു. മേ ബി അവിടെ പോയി 2 days ഒക്കെ കഴിയുമ്പോൾ നമ്മൾ സെറ്റ് ആവണം. ഓക്കെ, ഐ എം ടേക്കിംഗ് യു ഗൈസ് അലോങ് വിത്ത് മീ ഇൻ ദിസ് ജേർണി. അപ്പം എല്ലാവരും എനിക്ക് കൂടി വേണ്ടി പ്രാർത്ഥിക്കണം, എല്ലാം സെറ്റായി ഇമോഷണലി സ്ട്രോങ് ആയിരിക്കാൻ വേണ്ടിയിട്ട്. സോ ഞാൻ പകെ എല്ലാ വിശേഷങ്ങളും കാണിച്ചു തരാം. 27th മോർണിംഗ് ആയി, ഞങ്ങൾ ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ്. സോ എൻ്റെ റൂമിനോടൊക്കെ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങാണ്. അങ്ങനെ കറക്റ്റ് കൃത്യം 2 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഞാനൊരു 3-3:45 നമ്മൾ കോയമ്പത്തൂർ എത്തി. കാരണം നല്ല രാവിലെ ആയതുകൊണ്ട് ട്രാഫിക് ഒന്നും ഇല്ലല്ലോ. പിന്നെ നല്ല ഹൈവേ ആണ്. പിന്നെ അങ്ങോട്ടുള്ള റോഡ് അടിപൊളി റോഡായതുകൊണ്ട് വലിയ സ്ട്രെസ്സില്ലാണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റി. ഒരു 7:30 ആയപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നിർത്തിയപ്പോൾ A2B വെജ് റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. നല്ല ഫുഡായിരുന്നു. പിന്നെ പ്രൈസും ഉണ്ട്, അതിനനുസരിച്ചുള്ള പ്രൈസും ഉണ്ട്. പിന്നെ അതിനുശേഷം നേരെ മാമയുടെ വീട്ടിലേക്ക് അവിടെ എത്തി. പൃഥ്വിക എന്നെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും പൃഥ്വികയും മാമയും ഫാമിലിയും എല്ലാവരും കൂടി ഞങ്ങളൊരു ഡിന്നർ കഴിക്കാനായിട്ട് അങ്ങനെ ആ ദിവസം വന്നെത്തി ഗൈസ്. അപ്പോൾ ഞാൻ പോവുകയാണ്, എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സച്ചുവൊക്കെ ഇച്ചിരി ഇമോഷണലായി, ഞാൻ ഇമോഷണലാണ്. പക്ഷെ ഞങ്ങൾക്ക് അറിയാണ്ട് പിടിച്ചു നിന്നു ഗൈസ്. ഞാൻ സച്ചുവിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. കാരണം ഞങ്ങൾ ഭയങ്കര അടിപൊളിയായിരുന്നു. അവളെ ഞാൻ എന്തായാലും മിസ് ചെയ്യും നല്ലോണം. ഗൈസ്, ഞാനിപ്പോൾ ചെന്നൈയിലെത്തി. ബാഗേജ് ഡ്രോപ്പിന് ഞാൻ 8:30 തുടങ്ങുള്ളൂ. ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ്. ക്യൂവിൽ നിൽക്കുകയാണ് ഗൈസ്.
ഈ ഫ്ലെക്സ് ഫെയറിലാണ് നമ്മൾ എടുത്തേക്കുന്ന ടിക്കറ്റ് ഗൈസ്. അങ്ങനെ എല്ലാം കഴിഞ്ഞു, സെക്യൂരിറ്റി ചെക്കും ഒക്കെ കഴിഞ്ഞു. ഇനി ഒരു കോഫി കുടിക്കാനുള്ള പ്ലാനിൽ ഇങ്ങനെ നടക്കുകയാണ് ഞാൻ. ബാംഗ്ലൂർ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ജ്യൂസ് കടയാണ് ഉള്ളത്. കോഫി വേണോ ജ്യൂസ് വേണോ എന്നുള്ള ഡൗട്ടിലാണ് ഞാൻ. A to B കോഫി കുടിക്കാം, അല്ലെങ്കിൽ സ്ക്വീസിൽ നിന്ന് ജ്യൂസ് കുടിക്കാം, നോക്കാം. ഞാൻ മലേഷ്യൻ എയർലൈൻസിലാണ് പോണത്. അപ്പോൾ ഭയങ്കര സ്വീറ്റ് സ്റ്റാഫ്സ്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഫ്ലൈറ്റിൽ. ഫ്ലൈറ്റ് കുറച്ച് ചെറിയ ഫ്ലൈറ്റായിരുന്നു, അത് എയർബസ് ആണല്ലോ, അപ്പോൾ കുറച്ച് ചെറിയ ഫ്ലൈറ്റായിരുന്നു. പിന്നെ ഇൻസ്ട്രക്ഷൻസൊക്കെ തന്നു. നമ്മുടെ ഫ്ലൈറ്റ് പതുക്കെ മൂവ് ചെയ്ത് തുടങ്ങി. അപ്പോഴൊക്കെ ഇങ്ങനെ ഇമോഷൻസൊക്കെ ഇങ്ങനെ ഫ്ലഡായി വരുന്നുണ്ട് കേട്ടോ, കാരണം ഇനി എപ്പോഴാണ് തിരിച്ചെന്നറിയില്ല. ബട്ട് സ്റ്റിൽ ഹാപ്പി, എക്സൈറ്റഡ് ആണ്. നല്ല കാര്യത്തിനാണ് പോകുന്നത്, അതിൻ്റെ സന്തോഷമൊക്കെ ഉണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവർ എനിക്ക് ഫുഡ് എന്ന് വെച്ചാൽ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഫുഡ് തരുമായിരുന്നു. പിന്നെ ജ്യൂസും ഒക്കെ തന്ന് നല്ലൊരു ഫ്ലൈറ്റ് യാത്രയായിരുന്നു. നമുക്ക് വിശന്നിരിക്കേണ്ടി വന്നില്ല. ഫുഡ് ടേസ്റ്റ് ഇല്ലാത്ത ഫുഡല്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ടേസ്റ്റുള്ള ഫുഡ് തന്നെയാണ് തന്നത്. ഇതാണ് എനിക്ക് ലഞ്ചിന് കിട്ടിയത്. അതൊരു മീലാണ്. നമുക്കൊരു ചപ്പാത്തി, ചോറ്, ചിക്കൻ കറി, പിന്നെ ഒരു പുഡിങ് പോലൊരു സാധനം ഇരുന്നിരുന്നു, കുറച്ച് വെജിറ്റബിൾസും ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് അത്യാവശ്യം സാറ്റിസ്ഫൈയിങ് ലഞ്ചായിരുന്നു. അതിനുശേഷം പുറത്തെ കാഴ്ചകൾ ചില ടൈം എന്ത് രസമാണ് കാണാൻ. ചിലപ്പോൾ നമുക്ക് ക്ലൗഡ് മാത്രമേ കാണില്ലെങ്കിലും ചില സമയത്ത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ കുറച്ച് നേരം പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ മൈബോസ് സിനിമ ഡൗൺലോഡ് ചെയ്തു. കുറച്ച് നേരം ഇരുന്ന് ചിരിക്കാലോ, വിഷമൊക്കെ മറക്കാലോ എന്നൊക്കെ കരുതിയിട്ട് കുറച്ച് നേരം ആ സിനിമയൊക്കെ ഇരുന്ന് കണ്ട് കുറച്ച് നേരം ഇരുന്ന് ചിരിച്ചു. എൻ്റെ അപ്പുറത്ത് മലയാളം അറിയാത്ത ഒരാളായിരുന്നിരുന്നത്. അവർ ഈ സ്ക്രീൻ കണ്ട് അതിലെ ആക്ഷൻസ് കണ്ടിട്ട് അത് കണ്ടിരുന്ന് ചിരിക്കുമായിരുന്നു. അങ്ങനെ ലാൻഡ് ചെയ്തു, മലേഷ്യയിൽ ലാൻഡ് ചെയ്തു. മലേഷ്യൻ ടൈം 6:30 ആയപ്പോൾ ലാൻഡ് ചെയ്തു. പിന്നെ ഒരു 5 hours നീണ്ട ഒരു ലേ ഓവറാണ്. ബട്ട് ഗോഡ്സ് ഗ്രേസ് ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടു. എന്നുവെച്ചാൽ കണ്ടതിന് ശേഷം ഫ്രണ്ട്സായി. അവരും സൗത്ത് കൊറിയയിലേക്ക് പോകുന്ന സ്റ്റുഡൻസ് ആയിരുന്നു, GK സ്കോളർഷിപ്പ് വഴി. അങ്ങനെ ഞാൻ മലേഷ്യയിലെത്തി. പക്ഷേ പാരൻസൊക്കെ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ചെന്നൈയിൽ നിന്ന് ഒരു വണ്ടിയിലായിരുന്നു. അപ്പോൾ ഞാൻ എത്തി. കുറച്ച് നെറ്റ് വൈഫൈ അവിടെ ഫ്രീ വൈഫൈ ഉണ്ട്. അപ്പോൾ അത് കിട്ടിയപ്പം ഞാൻ വീട്ടിലേക്കൊക്കെ വിളിച്ചു, എല്ലാവരുമായിട്ട് സംസാരിച്ചു. പിന്നെ ഞങ്ങളിങ്ങനെ ഒരുപാട് സമയമുണ്ടല്ലോ, തേരാപ്പാര ഇങ്ങനെ നടക്കന്നെ. മലേഷ്യൻ എയർപോർട്ട് വലിയ എയർപോർട്ടല്ലേ, അപ്പോൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി നമ്മളിങ്ങനെ കുറേ നടന്നു. എന്നിട്ട് പിന്നെ നമ്മൾ നമ്മുടെ ഗേറ്റിലോട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ ഒരു മെട്രോ പോലത്തെ ഒരു ട്രെയിനിൽ കയറി നമ്മൾ നമ്മുടെ ഗേറ്റിൽ പോയി ഇറങ്ങണം. അങ്ങനെ പോയി അവിടെ ഇറങ്ങിയപ്പോഴും ഒരുപാട് ഷോപ്സ്, കുറേ കടകൾ ഉണ്ട്. നമ്മൾ വാട്ടർ ബോട്ടിൽ ഒന്ന് വാങ്ങാമെന്ന് കരുതി നോക്കിയപ്പോൾ ഭയങ്കര വില, നമ്മൾ വാങ്ങിയില്ല. എന്നിട്ട് ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിരുന്നു, ഒരു 3/4 മണിക്കൂർ ഡിലേ വന്നു. അതുകൊണ്ട് തന്നെ ബോർഡിങ്ങിനൊക്കെ വിളിച്ചപ്പോൾ നല്ല ക്യൂ ആയി, ഭയങ്കര ക്യൂ ആയി. അതിനുശേഷം നമ്മൾ ഫ്ലൈറ്റ് കയറി. ഫ്ലൈറ്റ് അത്യാവശ്യം ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഞാൻ ഈ ജേർണി എൻജോയ് ചെയ്തിട്ടാണ് പോയത്. പക്ഷെ ഒറ്റൊരു കാര്യം മാത്രം എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. AC ഭയങ്കര തണുപ്പായിരുന്നു. രാത്രി എനിക്ക് ഭയങ്കര തണുപ്പായിരുന്നു. പക്ഷെ അതങ്ങനെ ആയിരിക്കും, നമുക്ക് ശീലമില്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ. അപ്പോൾ പിന്നെ ഫുഡ് വന്നു. നമ്മൾ രാത്രിയാണ് മലേഷ്യ ടു കൊറിയ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. ഭയങ്കര ഹംഗ്രി ആയിരുന്നു, ഭയങ്കര വിശന്നിരിക്കുകയായിരുന്നു എല്ലാവരും. ഞങ്ങൾ മൊത്തത്തിൽ വിശക്കുന്നേന്ന് പറഞ്ഞ് കയറിയതാണ്. അപ്പോൾ ഫുഡ് വന്നു. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഉറങ്ങി. അപ്പോഴേക്കും ഫ്ലൈറ്റൊക്കെ എടുത്ത് നമ്മളിങ്ങനെ നമ്മളിപ്പോൾ കൊറിയ എത്തിയിട്ട് എന്ത് ചെയ്യും, അതൊക്കെയാണ് മൈൻഡിൽ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. വീണ്ടും ഫുഡ് വന്നു. നല്ല എന്താ പറയുക, യോഗട്ടും അതേപോലെ ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് നല്ലൊരു മീലായിരുന്നു. റേസിൻസൊക്കെ കിട്ടി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതൊക്കെ കഴിച്ച്. പക്ഷേ തണുത്തായിരിക്കണം, എൻ്റെ മുഖം കണ്ടറിയാം ഞാൻ ഇങ്ങനെ തണുത്ത് കയറിച്ചയ്യോ എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ പുതപ്പൊക്കെ തലയിൽ കൂടെയാണ് ഇട്ടിരുന്നത്, അത്രയും തണുത്തിരിക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഓൾമോസ്റ്റ് നമ്മൾ കുറേ എത്താനായി. ഇങ്ങനെ പുറത്തോട്ടൊക്കെ നോക്കുമ്പോൾ നല്ല രസമായിരുന്നു കാണാനായിട്ട്. പിന്നെ എൻ്റെ അപ്പുറത്ത് ഇരിക്കുന്ന അദ്ദേഹം ഭയങ്കര
ഭയങ്കര കമ്പനിയായിരുന്നു. ഹി വാസ് എ ഫുട്ബോൾ മാനേജ്മെൻറ്റ് ഗൈ. അപ്പോൾ നല്ലൊരു കമ്പനിയാണ്. അവരും അവരുടെ ബോസുമാണ് വന്നിരുന്നത്. അപ്പോൾ അവരൊക്കെ ആയിട്ട് സംസാരിച്ചു. അപ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലായി നമ്മളൊന്ന് ട്രാവൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് എത്ര ഇൻ്റർനാഷണൽ കണക്ഷൻസൊക്കെയാണ് കിട്ടുന്നത്. അങ്ങനെ നല്ലൊരു ഫീലായിരുന്നു. പിന്നെ ഇനി കൊറിയയിൽ പോയിട്ട് എന്താവും, അവിടെ എങ്ങനെ ഉണ്ടാവും കാണാൻ, അത്രയും തോട്ട്സൊക്കെ ആയിട്ടാണ് പോണത്. പിന്നെ ആ ഒരു ജേണിയിൽ ഞാൻ കൂടുതൽ വീടിനെ പറ്റി അധികം ആലോചിച്ചാൽ നമുക്ക് വിഷമം വരും. അയ്യോ വിട്ടു പോകുന്നല്ലോ, ഇനി എപ്പോൾ കാണാൻ പറ്റും, അങ്ങനെയൊക്കെ ആലോചിച്ചാൽ നമുക്ക് വിഷമം വരും. ഞാൻ ഓർത്തതേ ഇല്ല അപ്പോൾ ഒന്നും. ഞാനിങ്ങനെ ഫുൾ എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ ഇരിക്കുക, എന്ത് കാണാൻ പറ്റും, നല്ലത് മാത്രം ചിന്തിച്ചിരിക്കുക, അതേ പറയാനുള്ളൂ. ഇനി പോകുന്ന ആരെങ്കിലുമൊക്കെ ഇത് കണ്ടിട്ട് അബ്രോഡൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ വിഷമിക്കാണ്ട് പോവുക. ഞാൻ എന്താ കൊറിയയിലെത്തി, കൊറിയൻ എയർപോർട്ട് കണ്ടു. സോ നമ്മൾ നമ്മുടെ റിയാലിറ്റിയിലെത്തി. നമ്മൾ വീണ്ടും അവിടുന്ന് 4 ആളും കൂടിയാണ് എയർപോർട്ടിൽ നിന്ന് ഈ ഇമിഗ്രേഷനും എല്ലാം ചെയ്ത് പുറത്തിറങ്ങിയത്. പുറത്തിറങ്ങിയില്ലായിരുന്നു നമ്മൾ കൊറിയൻ എയർപോർട്ടിൽ. എല്ലാ ആൾക്കാരും നമ്മുടെ സ്റ്റേയിലോട്ട് ഒരു ടൈപ്പ് അല്ലല്ലോ, എല്ലാം കൊറിയൻസ് അങ്ങനത്തെ ആൾക്കാരെ കണ്ട് പോയി. ഞാൻ പൊതുവേ കൊറിയൻ സീരീസ് പോലും അധികം കാണാത്ത ഒരാളാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ന്യൂ. എന്നിട്ട് എന്താണ് അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ കാർഡ് എടുത്തു. സിയുന്ന് നമ്മൾ ബാങ്കിൽ പോയിട്ട് മണി എക്സ്ചേഞ്ച് ചെയ്തു. പിന്നെ സബ്വേ കയറി നേരെ വീടുള്ള ഡയറക്ഷനിലോട്ട് പോയി. നമ്മുടെ ഓണർ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് കുറച്ച് അർജൻറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ വേറെ എവിടെയും നിർത്തിയില്ല, സാധനങ്ങളൊന്നും വാങ്ങിയില്ല, നേരെ വീട്ടിലോട്ട് പോയി. സോ ഞാനിങ്ങനെ ചുറ്റും നോക്കുന്നുണ്ട്. വീഡിയോസ് അധികം ഒന്നും എടുക്കാൻ പറ്റിയില്ല, കുറച്ച് എടുത്തിട്ടുണ്ട്. സോ ഇനി ഞാൻ എല്ലാം വീഡിയോസൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ പേജിൽ ഇനി കൊറിയൻ വ്ളോഗ്സ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.